പുത്തുമലയിൽ 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ കൂടി പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽ അമീൻ ഉണ്ട് വിവരങ്ങളുമായി പുത്തുമലയിൽ നിന്ന്. അമീൻ, അവിടെ സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെ പൂർത്തിയാക്കി 3 പേർ കൂടി മണ്ണോട് ചേരുകയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ് അമീൻ? ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളുമാണ് പുത്തുമലയിൽ സംസ്കരിക്കുന്നത്. തിരിച്ചറിയാത്തവരുടെ മൃതദേഹഭാഗങ്ങളും DNA എക്സ്ട്രാക്റ്റുകൾ ശേഖരിച്ച ശേഷമാണ് അവിടെ സംസ്കാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്നും പുത്തുമലയിൽ കാണുന്നത് 3 മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. അതിലൊരു മൃതദേഹം പൂർണ്ണാർത്ഥത്തിലുള്ളതാണ്. 2 ശരീരഭാഗങ്ങൾ, അങ്ങനെ 3 പേരുടെ മൃതദേഹം. പറയാം അമീൻ, തുടരാം. ബിനിൽ തുടർച്ചയായി കഴിഞ്ഞ് കുറേ ദിവസമായി കാണുന്ന കാഴ്ചയാണ് തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങളുടെ സംസ്കാരം. ഓരോ ദിവസവും അത്തരത്തിൽ ശരീരഭാഗങ്ങളും പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഓരോ ദിവസമായി സംസ്കാരം നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് പുത്തുമലയിലെ ശ്മശാന ഭൂമിയിൽ നടക്കുന്നത്. പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു മൃതദേഹം, അതാണ് ഇപ്പോൾ കല്ലറയിലേക്ക്, ഖബറിനുള്ളിലേക്ക്, മണ്ണറയിലേക്ക് എടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം സൺറൈസ് വാലിയിൽ നിന്നും ചാലിയാറിൻ്റെ തീരത്ത് നമുക്ക് ലഭിച്ച ശരീരഭാഗങ്ങളാണ് ഇന്നിപ്പോൾ സംസ്കരിക്കുന്നത്. 3 മൃതദേഹങ്ങളാണ് ഇന്നുള്ളത്. ഇന്ന് ലഭിച്ച മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെ നാളെ സംസ്കരിക്കും. അങ്ങനെ ഓരോ ദിവസവും ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ പിറ്റേ ദിവസം സംസ്കരിച്ച് പോവുകയാണ്. അതിൻ്റെ DNA സാമ്പിളുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം DNA നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് സംസ്കാര നടപടികൾ പുരോഗമിക്കുന്നത്. ഇനിയും എത്ര മൃതദേഹങ്ങൾ അങ്ങനെ എത്തിയാലും സംസ്കരിക്കുന്നതിന് വേണ്ടി പുത്തുമലയിലെ ഈ 64 സെന്റ് ഭൂമിയിൽ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്. കുഴികൾ, കൂട്ടക്കുഴികൾ, മാടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു ശരീരഭാഗം, അത് മറ്റൊരു തൊട്ടടുത്ത് നമുക്കിപ്പോൾ കബറടക്കം കാണുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ശരീരഭാഗം സംസ്കരിക്കുകയും ചെയ്യുകയാണ്. ടി സിദ്ദീഖ് MLA നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യവുമുണ്ട്. വിവിധ പാർട്ടി പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരൊക്കെയാണ് ഈ അടക്കം ചെയ്യുന്നതിനൊക്കെ നേതൃത്വം നൽകുന്നത്. സർവ്വമത പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇന്നും ഈ മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ചത്. എല്ലാ ദിവസവും ആ രീതിയിൽ തന്നെയാണ്. മതമേലധ്യക്ഷന്മാരും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരുമൊക്കെ തന്നെ എല്ലാ ദിവസവും ഇവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സർക്കാരിന് വേണ്ടി ഔദ്യോഗിക ബഹുമതി, അത് പോലീസിന്റെ ഔദ്യോഗിക ബഹുമതിയുണ്ട്. അപ്പം സർക്കാരിന് വേണ്ടി ജനപ്രതിനിധികൾ റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ 3 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. സംസ്കാര നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. സർവ്വമത പ്രാർത്ഥന പൂർത്തിയാക്കി ഈ 3 മൃതദേഹങ്ങളും ഖബറിനുള്ളിലേക്ക്, മണ്ണിനുള്ളിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി മണ്ണിട്ട് മൂടി പ്രിയപ്പെട്ടവർ മടങ്ങുന്ന കാഴ്ചയായിരിക്കും. ബിനിൽ ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ കാണുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ അടക്കം ചെയ്ത ഈ കുഴിമാടങ്ങൾക്ക് മുകളിൽ പൂച്ചെണ്ടുകളൊക്കെ ഇരിക്കുന്നത് കാണാം. പുഷ്പങ്ങളൊക്കെ കൊണ്ടുവച്ചത് കാണാം. പിന്നെ പൂക്കളൊക്കെ വിതറിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആരൊക്കെയോ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, കുടുംബക്കാരല്ലെങ്കിൽ പോലും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ദുരന്ത വാർത്ത അറിഞ്ഞ് വയനാട്ടിലേക്ക് എത്തുന്നവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി അവരെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ട് മടങ്ങുന്നവരൊക്കെ തന്നെയും പുത്തുമലയിലെ ശ്മശാന ഭൂമിയിൽ വന്ന് ഈ പ്രിയപ്പെട്ടവർക്കും അശ്രുപൂക്കൾ സമർപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത് എന്നുള്ളതാണ്. ആരോരുമില്ലാതെ മടങ്ങുന്നവർക്ക് എല്ലാവർക്കും ഒപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടി പകർന്നു തന്നെയാണ് വയനാടേക്ക് എത്തുന്ന, ദുരന്തഭൂമിയിലേക്ക് എത്തുന്ന ഓരോരുത്തരും മടങ്ങുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇവിടെയുള്ള ഓരോ കല്ലറകൾക്ക് മുകളിലും റോസാ പുഷ്പങ്ങളും അതുപോലെ തന്നെ മറ്റു പുഷ്പങ്ങളും ഒക്കെ വിതറി, പൂക്കളൊക്കെ വിതറി സ്നേഹം പ്രകടിപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. ഇന്നത്തെ സംസ്കാര നടപടികൾ, അതുപോലെ മൃതദേഹങ്ങളൊക്കെ കുഴിയിലേക്ക്, കുഴിമാടങ്ങളിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. പുത്തുമലയിൽ 3 പേരുടെ, ഒരാളുടെ പൂർണ്ണ ശരീരഭാഗവും 2 പേരുടെ ശരീരഭാഗങ്ങളുമാണ് സംസ്കരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് PPE കിറ്റ് ധരിച്ചിട്ടുള്ള ആളുകളാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. മറ്റ് സന്നദ്ധ പ്രവർത്തകർ ചുറ്റും നിൽക്കുന്നതും കാണാനാകുന്നുണ്ട്. കൽപ്പറ്റ MLA ടി സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഇന്നും നടപടികളുണ്ടായത്. സർവ്വമത പ്രാർത്ഥന ഇതിനു മുമ്പിലുണ്ടായിരുന്നു. തിരിച്ചറിയാനാകാത്തവരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ പുത്തുമലയിൽ സംസ്കരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
അമീൻ നമുക്കിപ്പം തുടരുന്നുണ്ട്. അമീൻ, ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പല ആളുകളും അവിടേക്ക് വരുന്നുണ്ട്. സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉൾപ്പെടെ എത്തുന്നവർ പുത്തുമലയിലെ ആ ഭൂമിയിലേക്ക്, അവിടെ സമാധാനമായി ആ ദുരന്തത്തിൽ മരിച്ചവർ സമാധാനമായി ഉറങ്ങുന്ന ഭൂമിയിലേക്ക് എത്തുകയാണ്. അവിടെ പുഷ്പങ്ങൾ ഉൾപ്പെടെ അർപ്പിച്ചിട്ടുണ്ട് എന്ന് അമീൻ പറയുകയുണ്ടായി. നിലവിൽ എത്രത്തോളം ജനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്? ഇനി അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിധത്തിൽ സംസ്കാര നടപടികൾ തുടരേണ്ടതുണ്ട്, അല്ലേ അമീൻ? പിന്നിൽ ഇന്നിപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ പ്രദേശവാസികളുടെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ്. വളരെ കുറവാണെന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമാണ് നിറയുള്ളത്. മറ്റ് ഉദ്യോഗസ്ഥ സംഘമാണ്, ജനപ്രതിനിധികളാണ് ഉള്ളത്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ. മറ്റു പുറത്തുനിന്നുള്ള ആളുകളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊന്നും തന്നെ ഇവിടേക്ക് വരുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തിന് പിന്നാലെ ദുരന്തഭൂമി സന്ദർശിക്കുന്നതിനും സഹായങ്ങൾ നൽകുന്നതിനും ക്യാമ്പിൽ കഴിയുന്നവർക്ക് സഹായ വാഗ്ദാനങ്ങളുമായും അവരെ ആശ്വസിപ്പിക്കുന്നതിനുമായിട്ടൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളായിരുന്നാലും സാമുദായിക നേതാക്കളായിരുന്നാലും മറ്റു സംഘടനാ നേതാക്കളായിരുന്നാലും അങ്ങനെ പല തരത്തിലുള്ള പല കോണുകളിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ ദുരന്തഭൂമി കണ്ട് മടങ്ങുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി ആളുകളെ കണ്ട് ആശ്വാസം പകർന്ന് മടങ്ങുന്നുണ്ട്. അങ്ങനെ വരുന്നവരൊക്കെ തന്നെയും ഈ പുത്തുമലയിലും വന്നിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആരോരുമില്ലാതെ മണ്ണിനകത്തേക്ക് മാഞ്ഞുപോയവർ, മറഞ്ഞുപോയവർ, അവർക്ക് തങ്ങളൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം കൂടി നൽകിയാണ് പലരും മടങ്ങുന്നതെന്നതാണ് ഏറെ പ്രധാനം. അത് കേരളത്തിൻ്റെ കരുതലിൻ്റെ മറ്റൊരു കാഴ്ച കൂടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർക്ക് വേണമെങ്കിൽ വന്ന് ക്യാമ്പുകളിൽ വന്ന ആളുകളെ ആശ്വസിപ്പിച്ച് അതല്ലെങ്കിൽ ദുരന്തഭൂമിയിൽ പോയി കാഴ്ചകൾ കണ്ട് മടങ്ങാമായിരുന്നു. പക്ഷേ അങ്ങനെ മടങ്ങുന്നതിന് പകരം ഇവരും ഉള്ളവരാണ്, തങ്ങളുടെ ആളുകളാണ്, വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളൊരു ബോധ്യത്തോടെ, ഒരു ചിന്തയോടെ, അല്ലെങ്കിൽ ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് വരുന്നവരൊക്കെയും മടങ്ങിപ്പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ബിനു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിനോടകം ഇവിടെ അടക്കം ചെയ്ത കബറുകൾക്ക് മുകളിൽ തന്നെ റോസാ പുഷ്പവും, സാധാരണ നമ്മൾ കാണുന്നത് സർക്കാർ വെച്ച ഒരു പുഷ്പചക്രം മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു റോസാ പുഷ്പം ആ കബറുകൾക്ക് മുകളിലുണ്ട്. വെള്ളയും ചുവപ്പുമായിട്ടുള്ള റോസാ പൂക്കളുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പിടി പൂക്കളല്ലാതെ കബറിലിൻ്റെ മുന്നിലും മറ്റും ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണ്ടപ്പെട്ടവരായി തന്നെ ഇവരെ പരിഗണിച്ചുകൊണ്ട് വരുന്നവരൊക്കെ കടന്നു പോകുന്ന ഒരു കാഴ്ച. സർക്കാരിനെ സംബന്ധിച്ച് ഈ സംസ്കാരമൊക്കെ നടക്കുമ്പോൾ ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കേരള സർക്കാരിൻ്റെ പേരിലുള്ള ഒരു റീത്ത്, ഒരു പുഷ്പചക്രം സമർപ്പിക്കുക മാത്രമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കാണുന്ന ഈ പൂക്കൾ അത് ഓരോ കവറിലുമുണ്ട്. 100-ലേറെ, ഏതാണ്ട് 200ഓളം മൃതദേഹങ്ങളാണ് അർത്ഥത്തിൽ സംസ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ മുന്നിൽ അത്തരത്തിൽ ഒരു പിടി പൂക്കൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ മധ്യഭാഗത്തായി ഒരു റോസാപുഷ്പം. അതൊരു കബറിൽ മാത്രമല്ല, അതൊരു കല്ലറയിൽ മാത്രമല്ല, അതെല്ലാ കുഴിമാടങ്ങൾക്ക് മുകളിലും സമാനമായ രീതിയിൽ തന്നെയാണ്. അതായത് വരുന്നവരൊക്കെ തന്നെ ഇവിടെ ഉള്ളവരെ വേണ്ടപ്പെട്ടവരായി കാണുന്നു, വേണ്ടപ്പെട്ടവരായി പരിഗണിക്കുന്നു. ഒപ്പമില്ലെങ്കിലും മരിച്ചു മണ്ണോടടിഞ്ഞെങ്കിലും നിങ്ങളും നമുക്കൊപ്പമുള്ളവരാണ്. ആരോരുമില്ലാത്ത വേദനയിൽ, ആരും തിരിച്ചറിയാനില്ലാത്ത വേദനയിൽ വേണ്ടപ്പെട്ടവർ തിരിച്ചറിയപ്പെടാനാകാതെ പോയതിൻ്റെ ഒരു നിരാശ ബാധിച്ച് നിങ്ങൾ ആ കല്ലറയിൽ കഴിയേണ്ടതില്ല. നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്.